In our all previous discussions about Bohr atom model, we assumed that the nucleus is at rest and electron is revolving around it. That was the concept that we are following. But actually, when an electron revolves around nucleus, there will be a motion for nucleus also. Actually, both nucleus and electrons revolves around their common center of mass. അങ്ങനെയാണത് റിവോൾവ് ചെയ്യുന്നത്. ന്യൂക്ലിയസ് ഹെവി ആയതുകൊണ്ട് നമുക്കത് ഒരു പരിധി വരെ അത് ഒഴിവാക്കാം. ഇലക്ട്രോണിനെ അപേക്ഷിച്ച് ന്യൂക്ലിയസ് വളരെ ഹെവിയാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കാം. പക്ഷേ ആക്ച്വലി അവിടെ ഇൻ റിയാലിറ്റി ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിനും ഒരു മോഷൻ ഉണ്ടാവും. അവരുടെ കോമൺ ബൈനറി സ്റ്റാർസൊക്കെ പോലെ ഒരു കോമൺ സെൻറ്റർ ഓഫ് മാസിലാണ് അത് ഈ രണ്ട് പർട്ടിക്കുലർ റിവോൾവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആക്ച്വലി നമ്മൾ അത്തരം ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ടു ബോഡി പ്രോബ്ലമാണ്. സോ അതിനെ ഈക്വാലൻറ്റ് വൺ ബോഡി പ്രോബ്ലം ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം. സോ ദിസ് പ്രോബ്ലം ഈസ് അത് ക്ലാസിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ദിസ് പ്രോബ്ലം ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ റെഡ്യൂസ്ഡ് മാസ്, എ സിംഗിൾ മാസ് m prime revolves around the center of revolves around the larger nucleus. ആക്ച്വലി ഇവർ രണ്ടുപേരും മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് ഈക്വാലൻ്റ് ആയിട്ടുള്ളൊരു വൺ ബോഡി പ്രോബ്ലം ആയിട്ട് ഇതിനെ നമുക്ക് മാറ്റാം. അതായത് എം പ്രൈം എന്ന് പറയുന്ന ഒരു റെഡ്യൂസ്ഡ് മാസ് ഈ ലാർജർ മാസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. വേർ ദിസ് റെഡ്യൂസ്ഡ് മാസ് എം പ്രൈം ഇസ് ഈക്വൽ ടു എം എം, വേർ സ്മോൾ എം ഇസ് ദി മാസ് ഓഫ് ഇലക്ട്രോൺ, caps m is the mass of heavy element, or here it is nucleus, mm by mm. ഇത് നമുക്ക് സോളാർ സിസ്റ്റത്തിലും സൺ എർത്ത് സിസ്റ്റത്തിൻ്റെ കേസിലൊക്കെ വൺ ബോഡി പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്, ക്ലാസിക്കൽ റിസൾട്ടാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഈ എം പ്രൈം ആക്ച്വലി നമ്മൾ എം ആണ് ഈ കാൽക്കുലേഷൻസ് എല്ലാം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേഡിയസ് കാണുന്നതിനും എനർജി ലെവൽ കാണുന്നതിനൊക്കെ എം ഇലക്ട്രോണിൻ്റെ മാസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷേ ആക്ച്വലി അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ റെഡ്യൂസ്ഡ് മാസ് ആയിട്ട് നമുക്ക് അതിനെ എടുക്കണം. റെഡ്യൂസ്ഡ് മാസ് എം പ്രൈം ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. സോ എനർജി ലെവൽസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി ലെവൽസിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. ഈ എൻ പ്രൈം ഈസ് ഈക്വൽ ടു മൈനസ് എം പ്രൈം. അവിടെ ഇലക്ട്രോണിൻ്റെ മാസ് അല്ല എടുക്കേണ്ടത്, റെഡ്യൂസ്ഡ് മാസ് ആണ് ആക്ച്വലി എടുക്കേണ്ടത്. എം പ്രൈം ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ ബാക്കിയെല്ലാം സെയിം ഇക്വേഷൻ. Now let me multiply this equation with m on both numerator and denominator. So we will get m prime by m ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടൈമാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലാണ്, E1 ആണ്. സോ അതിന് ഞാൻ E1 എന്ന് എഴുതി. E1 m പ്രൈം ബൈ m ഡിവൈഡഡ് ബൈ n സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ചേഞ്ച്. നമ്മൾ ഇനീഷ്യലി നമുക്കുണ്ടായിരുന്ന ഇക്വേഷൻ ഈ ഇക്വേഷനായിരുന്നു. E1 ബൈ En is equal to E1 ബൈ n സ്ക്വയർ എന്നാണ് ന്യൂക്ലിയസിൻ്റെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ന്യൂക്ലിയസിൻ്റെ മോഷൻ കൂടി വരുമ്പോൾ റെഡ്യൂസ്ഡ് മാസ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യണം. സോ നമുക്ക് കിട്ടുന്നത് എം പ്രൈം ഡിവൈഡഡ് ബൈ എം E1 ബൈ n സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഇനി ഇത് എത്രമാത്രം ചേഞ്ച് വരുന്നത് നമുക്ക് നോക്കാം. സോ ഫോർ ഹൈഡ്രജൻ ആറ്റം എം പ്രൈം ബൈ എം, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി ഇറ്റ് ഈസ് നിയർലി 0.999 ഫോർ ഹൈഡ്രജൻ ആറ്റം. അതല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി ലെവൽസിൽ വരുന്ന ഇൻക്രീസ് എല്ലാ എനർജി ലെവൽസിനും 0.055%, അത്രയും ചെറിയൊരു ഇൻക്രീസേ വരുന്നുള്ളൂ. ഓർഡിനറി കാൽക്കുലേഷനിലൊക്കെ വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാം, നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത പോലെ. പക്ഷേ വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യേണ്ട കാൽക്കുലേഷനിൽ നമുക്ക് ഈ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു എനർജി ലെവലിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, എംപിരിക്കൽ ഫോർമുല ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രൽ സീരീസിൽ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൽ ഒരു ചേഞ്ച് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇത്രയും ഒരു ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ മാസ് റെഡ്യൂസ്ഡ് മാസ് ഇതാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൽ വരുന്ന ചേഞ്ചാണ്. ദിസ് ഈസ് ആക്ച്വലി ദ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ദാറ്റ് വി ഡിസ്കസ്ഡ് ഏർലിയർ. അപ്പോൾ ഈ ഒരു റെഡ്യൂസ്ഡ് മാസ് അല്ലെങ്കിൽ ന്യൂക്ലിയസും കൂടി മൂവ് ചെയ്യണമെന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ വരികയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുലയിൽ ഡിഫറെൻറ്റ് സീരീസ്, ബാമർ സീരീസ്, ലൈമൺ സീരീസ് ഒക്കെ കാണുന്ന എംപിരിക്കൽ ഫോർമുലയിൽ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിന് ചെറിയൊരു ചേഞ്ച് വരാണ്. തേർഡ് ഡെസിമൽ പ്ലേസിൽ 1.09, ഇവിടെ 7 എന്നുള്ളത് ഇവിടെ 6.7 അങ്ങനെ പോകുന്നു. അപ്പോൾ അത്രയും ഒരു ചേഞ്ച്, ചെറിയൊരു ചേഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ ഇതെവിടെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു ചെറിയ ചേഞ്ച് വേണമെങ്കിൽ ഒരു പക്ഷേ ഒഴിവാക്കാം. പക്ഷേ this is actually played an important role in the discovery of deuterium. ഡ്യൂട്ടീരിയത്തിനെ കണ്ടുപിടിക്കാനായിട്ട് അതിനൊരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് കിട്ടിയത് ഒരു ഐഡിയയിൽ നിന്നാണ്. സോ വാട്ട് ഈസ് ഡ്യൂട്ടീരിയം? ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടൈപ്പാണ്. ഒരു പ്രോട്ടോണും കൂടെ ന്യൂക്ലിയസിൽ വരുന്നതാണ്. 2e ആണ്, അവിടെ 2e+ ആണ് അതിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസ് വരുന്നത്. 2 പ്രോട്ടോൺ ഉണ്ടാവും, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. അതാണ് ഡ്യൂട്ടീരിയത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഡ്യൂട്ടീരിയത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്യൂട്ടീരിയത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്രോട്ടോണാണ് വരുന്നത്. ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോണിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് ഡ്യൂട്ടീരിയം ഹൈഡ്രജനേക്കാൾ 2 ടൈംസ് മാസ് കൂടുതലാണ്, ഡബിൾ ദ മാസ് ഓഫ് ഹൈഡ്രജനാണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് ഇതിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, ന്യൂക്ലിയസിൻ്റെ മോഷൻ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ആ കേസിൽ റെഡ്യൂസ്ഡ് മാസ് വർക്കൗട്ട് ചെയ്തിട്ട് എനർജി ലെവൽസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ എച്ച് ആൽഫ ലൈൻ ഇവാലുവേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എച്ച് ആൽഫ നമുക്കറിയാം. എച്ച് ആൽഫ എന്ന് പറഞ്ഞാൽ ബാമർ സീരീസിലെ വിസിബിൾ സ്പെക്ട്രത്തിലെ ഫസ്റ്റ് ലൈനാണ്. അത് നമുക്ക് കിട്ടിയത് 56.3 നാനോമീറ്ററാണ്. ഇനി ഡ്യൂട്ടീരിയത്തിന് ഈ ഇതുപോലെ റെഡ്യൂസ്ഡ് മാസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ മോഷനും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനർജി ലെവൽസ് കിട്ടും. ആ എനർജി ലെവൽസിൻ്റെ ഡിഫറൻസിൽ നിന്ന് നമുക്ക് ബാമർ സീരീസിലെ എച്ച് ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയില്ല ഞാൻ ഡി ആൽഫ എന്ന് എഴുതാണ്. സോ ആ ഡി ആൽഫ വാല്യൂറ്റി നമുക്ക് കിട്ടുന്നത് 56.1 നാനോമീറ്റർ. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ഈ ഡെസിമൽ പ്ലേസിൽ വരുന്ന ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ, എങ്കിൽ പോലും അത് സ്പെക്ട്രോസ്കോപ്പിക്കലി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിറ്റക്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു ചേഞ്ച് മനസ്സിലായതും ഡ്യൂട്ടീരിയത്തിൻ്റെ പ്രസൻസ് മനസ്സിലായതും. ഇറ്റ് വാസ് ഇൻ 1932 ഹെറോൾഡ് യൂറേ US physicist used this phenomenon to identify the presence of deuterium. ഏതാണ്ട് 6000 ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ആറ്റം ഡ്യൂട്ടീരിയമാണ്. അതാണ് അതിൻ്റെ ഒരു അബണ്ടൻസ് കാണിക്കുന്നത്. 1 in 6000 ഹൈഡ്രജൻ ആറ്റത്തിൽ അതൊരെണ്ണം ഡ്യൂട്ടീരിയ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്യൂട്ടീരിയത്തിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യണം. അപ്പോൾ വളരെ പ്രിസൈസായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രിസൈസായിട്ട് സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ് നടക്കുമ്പോൾ നമുക്ക് ഈ ന്യൂക്ലിയർ മോഷനും കൂടെ കൺസിഡർ ചെയ്യണം. അതർവൈസ് നമ്മൾ ഈ കണ്ട പോലെ തന്നെ ഒരു 0.05% ഇൻക്രീസാണ് എനർജി ലെവൽസിലുള്ള ഓർഡിനറി കാൽക്കുലേഷൻസിൽ നമുക്കതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ നൗ ലെറ്റ് us consider an example of this nuclear motion. This is an example worked out solved example in Albert Beiser example 4.6, and it is problem 9 in the quantum mechanics by C.J. Babu, page number 99. The question was, a positronium atom, compare the wavelength present in the spectral lines of positronium with the hydrogen atom. പോസിട്രോണിയത്തിനും ഹൈഡ്രജൻ ആറ്റത്തിനും സ്പെക്ട്രൽ ലൈൻസ് വേവ് ലെങ്ത്തുകൾ കമ്പയർ ചെയ്യാനാണ്. സോ ലെറ്റ് us see what is പോസിട്രോണിയം. പോസിട്രോണിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രജൻ ആറ്റം അറിയാം. ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു സെൻറ്ററിൽ ഒരു പ്രോട്ടോൺ ആണുള്ളത്, അതിൻ്റെ +E ആണ് അതിൻ്റെ ചാർജ്, ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. ഇനി പോസിട്രോണിയം എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ ന്യൂക്ലിയസിന് പകരം ഒരു പോസിട്രോൺ ആണ് വരുന്നത്. ഇവിടെ പ്രോട്ടോൺ ആയിരുന്നെങ്കിൽ ഇവിടെ പോസിട്രോൺ ആണ് വരുന്നത്, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ ചാർജ് ബാലൻസ്ഡ് ആണ്. ഈ മൈനസും ഈ പ്ലസും ആണ് ഇവിടെയും, ഈ മൈനസും പ്രോട്ടോണിൻ്റെ ഈ പ്ലസും ആണ്. എന്താ ഇവിടെ വരുന്ന ഡിഫറൻസ്? ഇവിടെ വരുന്ന ഡിഫറൻസ് മാസിലാണ് വലിയൊരു ഡിഫറൻസ് വരുന്നത്. എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്? ഇവിടെ പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ വളരെ ഹെവിയാണ് ഇലക്ട്രോണിനെ അപേക്ഷിച്ച്. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ പോസിട്രോൺ ഈസ് ദി ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ഇലക്ട്രോൺ. സെയിം മാസമാണ്, ചാർജിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, സെയിം മാസമാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് വളരെ ലൈറ്റായിട്ടുള്ള ഒരു പോസിട്രോണിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് വരുന്നത് പോസിട്രോൺ ആണ്, വളരെ ലൈറ്റാണ്. അതേസമയം ഹൈഡ്രജൻ ആറ്റത്തിൽ വളരെ ഹെവിയാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ന്യൂക്ലിയസിൻ്റെ മോഷൻ അല്ലെങ്കിൽ സെൻറ്ററിലിരിക്കുന്ന ഇതിൻ്റെ മോഷൻ വളരെ കാര്യമായിട്ട് ഇഫക്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്പെക്ട്രൽ ലൈൻസിൽ എന്ത് ചേഞ്ചാണ് വരുന്നതെന്നാണ് നമ്മൾ കാണേണ്ടത്. സോ ഫോർ പോസിട്രോണിയം മാസ് ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് സ്മോൾ എമ്മും അതിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസിൻ്റെ മാസ് ക്യാപ്സം ആണ് എടുക്കുന്നത്. പോസിട്രോണിൻ്റെ കേസിൽ ഇത് രണ്ടും ഈക്വലാണ്. സോ വി ക്യാൻ റൈറ്റ് എം ഈക്വൽ ടു ക്യാപ്സം. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസ്ഡ് മാസ് എന്ത് വരും? എം പ്രൈം ഈസ് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് m/2, സ്മോൾ m/2. അങ്ങനെയാണെങ്കിൽ എനർജി ലെവൽസ് ഈ എൻ പ്രൈം ഈസ് ഈക്വൽ ടു എം പ്രൈം ബൈ എം. എം പ്രൈം ബൈ എം, എം പ്രൈം m/2 ആണെങ്കിൽ ഇറ്റ് ഈസ് ഹാഫ് E1. അപ്പോൾ എനർജി ലെവൽസ് എല്ലാം ഹാഫ് ആവാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് എങ്ങനെയാണോ അതിൻ്റെ ഹാഫാണ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ E1, E2 ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ഫോർ ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ പോസിട്രോണിയത്തിൻ്റെ എന്ത് വരും? പോസിട്രോണിയത്തിൻ്റെ E1 ഇവിടെയും ഇതിൻ്റെ പകുതിയാണ് E2 വരുള്ളൂ. E2 പ്രൈം വരുന്നത് ഇതിൻ്റെ പകുതിയായിട്ടായിരിക്കും വരുന്നത്. ഇതും പകുതിയായിരിക്കും, താഴെ ആയിരിക്കും വരുന്നത്. സോ അതല്ലെങ്കിൽ നമുക്ക് ആ എംപിരിക്കൽ ഫോർമുല ഉപയോഗിക്കുന്ന റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് 2 ടൈംസ് ആവുന്നതായിട്ട് കാണാം. R പ്രൈം ഇസ് ഈക്വൽ ടു 2R. എങ്ങനെ വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കാം. എനർജി ലെവൽസ് ഹാഫ് ആവാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പെക്ട്രൽ ലൈൻസിന് എന്ത് പറ്റുമെന്ന് നോക്കാം. എനർജി ലെവൽ ഹാഫായി അല്ലേ? ഈ ഇക്വേഷൻ കാണിക്കുന്നത് എനർജി ലെവൽ ഹാഫ് ആയിരിക്കുകയാണ്. ഹൈഡ്രജനെ അപേക്ഷിച്ച് പോസിട്രോണിയത്തിൻ്റെ എനർജി ലെവൽസ് എല്ലാം തന്നെ ഹാഫ് ആയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസികൾ എന്ത് വരും?
ഫ്രീക്വൻസിയും എനർജിയും പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഫ്രീക്വൻസികൾ ഹാഫ് ആവും. ഫ്രീക്വൻസികൾ ഹാഫ് ആണെങ്കിൽ ലാംഡയ്ക്ക് എന്ത് പറ്റും? ലാംഡയും ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഫ്രീക്വൻസി ഹാഫ് ആവുകയാണെങ്കിൽ ലാംഡ ഡബിൾ ആവും, ട്വൈസ് ലാംഡ. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് എത്രയൊക്കെയാണ് വരുന്നത്, എച്ച് ആൽഫ എത്രയാണ് വരുന്നത്, എച്ച് ബീറ്റ എത്രയാണ് വരുന്നത്, അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും പോസിട്രോണിയത്തിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽസ് വരുന്നത്. സോ ലാംഡാസ് ഓഫ് പോസിട്രോണിയം ആർ ഓൾ ട്വൈസ് ദോസ് ഓഫ് കറസ്പോണ്ടൻസ് ഹൈഡ്രജൻ ആറ്റം, കറസ്പോണ്ടിങ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, അതിന് എനർജി ലെവൽസ് എല്ലാം ഹാഫ് ആവുന്നു. സോ ഫ്രീക്വൻസി ഹാഫ് ആവുന്നു. അതിൻ്റെ ഇൻവേഴ്സ് റിലേഷനാണ് ലാംഡ വരുന്നത്. C/ലാംഡയാണ് ന്യൂ എന്ന് പറയുന്നത്. സോ വേവ് ലെങ്ത്തുകളെല്ലാം ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജി കുറയാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ അതല്ലെങ്കിൽ ആ എംപിരിക്കൽ ഫോർമുല റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിന് 2 ടൈംസ് ആയിട്ട് നമുക്ക് സെയിം സ്പെക്ട്രൽ ലൈൻസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മാസ്, ന്യൂക്ലിയസിൻ്റെ മാസ് അനുസരിച്ച്, ന്യൂക്ലിയസിൻ്റെ മാസിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്നതിനനുസരിച്ച് ഈ ന്യൂക്ലിയർ മോഷനും അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് മാസിനും കാര്യമായിട്ടുള്ള വ്യത്യാസം വരും, എനർജി ലെവൽസിന് വ്യത്യാസങ്ങൾ വരും.